ഞാൻ റാവുത്തർ, തമിഴ്നാട് ക്രൈംബ്രാഞ്ച്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് ഇന്ന് കാലത്ത് കിട്ടി. അകത്തോട്ടിരിക്കാൻ സാർ. ഈ ഏരിയയിലൊക്കെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ വീട് പാലക്കാട് തത്തമംഗലത്താ. പാപ്പ തിരുനെൽവേലി. പുള്ളിക്കാരൻ മദ്രാസ് പോലീസിലായിരുന്നു. പഠിത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഓ, എന്തൊരു ചൂട്! സമ്മർ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാധവ സർ, സാറിന് കുടിക്കാൻ തണുത്തെന്തെങ്കിലും? മോര് കിട്ടൂ. നല്ല സംഭാരം. ഇളനീര് നാളെ പോയിട്ടുണ്ട് സർ. ഇളനീര് ബെസ്റ്റ്. പക്ഷെ മോര് കിട്ടിയാൽ തലയുടെ പെരുപ്പൊന്ന് മാറും. ഇന്നലെ ഒരു ഇത്തിരി കൂടി. എങ്കിൽ മോര് കൊണ്ടുവരാൻ സർ. സാറ് വരുന്നു, വേണ്ട ഹെൽപ്പ് ചെയ്യണം. SP ഓഫീസിൽ നിന്ന് അത്രയും മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാര്യമെന്ന്? എനിക്ക് ഈ ലോക്കൽ ഒരു അഡ്രസ് തപ്പണം. അതിനു മുമ്പ് താമസിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കണം. വല്ല ഗസ്റ്റ് ഹൗസും മതി. PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. ഓ, ഏതായാലും മതി. ഈ അഡ്രസ്? അത് ഒരു മഹേന്ദ്രൻ, ശ്രീമംഗലം വീട്, മനിശ്ശേരി. മഹേന്ദ്രൻ? എനിക്കറിയാം സാർ കക്ഷി. അപ്പൊ കാര്യം ഈസി ആയല്ലോ. എന്താ പ്രശ്നമൊന്നും പറഞ്ഞില്ല? ഒരു മർഡർ കേസ്. ഓ, തഞ്ചാവൂരിലെ ടെമ്പിൾ പ്രമിസസിൽ നടന്ന ഒരു കൊല. കൊല്ലപ്പെട്ടത് ഒരു മലയാളി. മഹേന്ദ്രൻ അതുമായിട്ടുള്ള ബന്ധം? അതറിയാനാണല്ലോ ഞാൻ വന്നത്. നമുക്കിറങ്ങാം. ആദ്യം ഗസ്റ്റ് ഹൗസ്, പിന്നെ ശ്രീമംഗലം. മഹേട്ടാ, അതെ മഹേട്ടാ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു DYSP വന്നിരിക്കുന്നു. മഹേട്ടനെ തിരക്കി. ഏതോ അമ്പലത്തിനകത്ത് എന്തോ കൊല നടന്നെന്നോ മറ്റോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാധവ, നീ നേരെ നമ്മുടെ കളപ്പുരയിലേക്ക് ചെല്ലേ. അവിടെ കിച്ചാമണി ഉണ്ടാവും, ലക്ഷ്മണനും. രണ്ടുപേരോട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, അവിടെ തന്നെ നിന്നോളം പറ. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്താ മഹേട്ടാ പ്രശ്നം? അതൊക്കെ ഞാൻ പറയാം. മാധവൻ ചെല്ലേ. അപ്പോ നാട്ടിലെ കുട്ടിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല അല്ലേ? ഇല്ല. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെ? അത് ഒരകന്ന ബന്ധുവാ. ഒന്ന് ഉറക്കെ പറ, കേൾക്കുന്നില്ല. അകന്ന ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. അയാൾ മരിച്ച വിവരം എപ്പോഴാ കുട്ടി അറിഞ്ഞത്? എനിക്കറിയില്ല. മരിച്ചുവോ? എങ്ങനെ മരിച്ചു? മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു. ആര്? ആരോ? നിങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ഒരു കണക്കിന് ഈശ്വരാനുഗ്രഹം. ഒരു ഉപദ്രവം തീർന്നു കിട്ടിയില്ലോ ഈ കുട്ടിക്ക്. തഞ്ചാവൂരും വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഈ സുബ്രഹ്മണ്യം അല്ലേ? മുമ്പും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ വെച്ച്. കുട്ടിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ആരാവും ഈ സുബ്രഹ്മണ്യത്തെ കൊന്നത്? എനിക്കറിയില്ല. എനിക്കെങ്ങനെ അറിയാ? ശരി, കുട്ടി പോയിക്കോളൂ. പേടിക്കണ്ട, ഞങ്ങൾ പോലീസുകാരുടെ ഒരു രീതിയായത്. പലതും ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡ് സൺ, എന്തായാലും പേര്? മഹി. യെസ്, മഹി. അയാളൊന്ന് കാണണം. പറമ്പിലുണ്ടാവും. ആളെ വിട്ട് വിളിപ്പിക്കാം. വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മരിച്ചവൻ ഒരു റൗഡി. അവൻ ചത്തുകൊണ്ട് ഈ നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നമാ? പക്ഷേ സംഗതി ഇപ്പൊ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തില്ലേ? അവർക്ക് നല്ലൊരു കോളല്ലേ ഒത്തുകിട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് കൊല, സെൻസേഷണൽ. ലോക്കൽ പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്ലോസ് ചെയ്ത ഫയലാ ദേ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്. ഇനിയിപ്പോ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി എന്റെ ഉറക്കം കെടുത്തും. വരട്ടെ. ഓ, മഹി വന്നൂലോ. ഹലോ. ഹലോ. എന്നെ മനസ്സിലായി കാണില്ല മഹിക്ക് അല്ലേ? എന്ന് വെച്ചാ മനസ്സിലായിന്നോ മനസ്സിലായില്ലെന്നോ? ഇല്ല. ഞാൻ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. DYSP ഹമീദ് റാവുത്തർ. മഹി MBA കാരനല്ലേ? പിന്നെന്താ കൃഷിയൊക്കെ ആയിട്ട് കൂടിയത്? താല്പര്യം അത്ര തന്നെ. ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ വന്നത്. അന്ന് തഞ്ചാവൂരിൽ വെച്ചൊരു സുബ്രഹ്മണ്യമായിട്ട് കശവിഷയം ഉണ്ടായി അല്ലേ? അയാളെ ആരോ കൊന്നു. അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് ഈ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. മഹി മാത്രം അങ്ങനെ നേരത്തെ അറിഞ്ഞു? പത്രത്തിൽ വായിച്ചറിഞ്ഞതാ. ഏത് പത്രത്തിൽ? ദിനത്തന്തി. അതിന് തനിക്ക് തമിഴ് വായിക്കാൻ അറിയാം? ഒരു കൂട്ടുകാരൻ വായിച്ചു പറഞ്ഞു. ഏത് കൂട്ടുകാരൻ? തമിഴ് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ. എന്നിട്ടെന്താ ആ വിവരം വേറെ ആരോടും പറയാതിരുന്നത്? അത് ആ കുട്ടിയെ വേണി അറിയിക്കണ്ടെന്ന് തോന്നി. വേണിയുമായിട്ട് എങ്ങനെ? ആരുമില്ലാത്ത കുട്ടിയല്ലേ? സാർ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അതീ തെറ്റൊന്നുമില്ല. കാണാൻ നല്ല ചന്തമുള്ള കുട്ടി. അപ്പോ ബന്ധു എന്നും പറഞ്ഞ് ഇടയ്ക്ക് ഒരുത്തം വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവനൊരു ശല്യമാവും. ശല്യം എന്നേക്കുമായി ഒഴിവാക്കുക. സുന്ദരിയായ ഒരു സാധു പെൺകുട്ടിക്ക് വേണ്ടി നമുക്ക് അത്രയൊക്കെ ചെയ്യാം അല്ലേ?
തറവാട്ടി കാശുണ്ടെങ്കിൽ കേസിൽ നിന്ന് ഊരി പോരാനും ഒരു പ്രയാസവുമില്ല. എന്താ വഹി? ഞാൻ 2-3 ദിവസം കൂടെ ഉണ്ടാവും. നമുക്ക് ഇനിയും കാണേണ്ടി വരും. മഹിയേട്ടാ, പാലക്കാട് നെല്ലെടുക്കാൻ വന്നൊരു കളപ്പുരയിൽ കാത്തു നിൽക്ക. മഹിയേട്ടനെ കാണാണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ വരണ വഴിക്ക് കോൺസ്റ്റബിൾ മാധവൻ കൈകൊണ്ട് കാലോണ്ട് എന്തൊക്കെ കാണിക്കണ്ടായിരുന്നു. ഞാൻ ട്രാക്ടർ നിർത്തിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആരാ ഇവര്? ലക്ഷ്മണൻ, ഇവിടുത്തെ ജോലിക്കാരനാ. നമസ്കാരം. നല്ല തണ്ടും തടിയുണ്ടല്ലോ. വേണ ഇയാൾക്ക് ഒരാളെ തട്ടാം അല്ലേ മഹി? ഇയാളാരാ? ഇത് എന്റെ അനുജൻ. എന്ത് ചെയ്യുന്നു? ജോലിയായിട്ട് പുറത്താ. ഗൾഫിലാ? ഏയ്, കോയമ്പത്തൂരാ. ഉം. മഹിയേട്ടാ, ആരാത്? പോലീസ്, ക്രൈംബ്രാഞ്ച് DYSP. അയാൾ ആരാന്നാ പറഞ്ഞേ? അനുജൻ. ഓ, കുഴപ്പമായി മഹിയേട്ടാ? പിന്നല്ലാണ്ട് വാ. എന്താ മഹിയേട്ട പ്രശ്നം? നീ ചെന്ന നിലവരുടെ താക്കോൽ എടുത്തിട്ട് വാ. വേഗം ചെല്ലേ. മഹിയേട്ടാ, അയാൾ ഇനിയും വരില്ലേ? വരും, വരട്ടെ. നീ കിച്ചാമണിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. തൽക്കാലം അയാൾ കണ്ടതിന്റെ അനുജനെയാ. കിച്ചാമണി ഇവിടെ വന്നിട്ടില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നിന്നെ കുറിച്ചൊന്നും അറിയില്ലോ. അയാൾ വേടിയ തിരക്കല്ലേ വന്നത്. ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നല്ല മഹിയേട്ടാ. ദാ നോക്ക്, തന്നെ പോലീസിന് നിയമത്തിനൊന്നും വിട്ടുകൊടുക്കില്ലാൻ തീരുമാനിച്ചതാ ഞാൻ. അതിനുവേണ്ടി പല കളികളും കളിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഇനി അഥവാ അയാൾ ഈ വീട് സെർച്ച് ചെയ്താൽ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു നിലവറയുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ തോന്നില്ല. വാ. വാ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കേ. എല്ലാവരും അന്വേഷിക്കില്ല എന്നെ. വേണിയും എന്തു പറയും? അപ്പ വായിൽ വരുന്നത് അതെനിക്ക് വിട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താൻ എന്നെ ടെൻഷനാക്കല്ലേ. അയാൾ തിരിച്ചു പോണത് വരെ ചിലപ്പോ 1-2 ദിവസം ഒക്കെ ശരിയാവും കിച്ച. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. കിച്ച, വിഷമിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണൻ വന്ന് നോക്കിക്കോളും. ഒന്നും ഉണ്ടാവില്ല.